ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഞാനിപ്പോൾ ഇതിൻ്റെ മുന്നൊക്കെ ഒരു ഫ്രോക്ക് ചെയ്തതിൽ ഞാനൊരു ഹെയർ ബാൻഡിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്കൊരു കല്യാണത്തിന് കിട്ടിയ വർക്കിൽ അത് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം പെട്ടെന്ന് ചെയ്ത് കൊടുക്കേണ്ട വർക്കായതുകൊണ്ട് തന്നെ അത് വീഡിയോ എടുക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ആവശ്യപ്പെട്ടാൽ നമുക്ക് എന്തായാലും വീഡിയോ ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇന്ന് ഞാൻ ആ ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഈ ഒരു അടിപൊളിയായിട്ടുള്ള ഹെഡ് ബാൻഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നെറ്റിൻ്റെ ഫാബ്രിക് വെച്ചിട്ട് സെയിം രീതിയിൽ തന്നെ ഞാൻ ചെയ്തെടുത്തതാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ഹെയർ ബാൻഡാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമാവും, യൂസ്ഫുൾ ആവും തന്നെ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള പീസുകൾ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓരോന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് 4 ഇഞ്ചിലുള്ള അലാസ്റ്റിക്കാണ് വേണ്ടത്. അപ്പോൾ അതൊരു 16 ഇഞ്ച് ലെങ്ത്തിലാണ് ഞാൻ ഈ ഒരു എലാസ്റ്റിക് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ 2 വയസ്സൊക്കെ ആയ കുട്ടിയുടെ അളവിനാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ ഇതിൻ്റെ ഒരു ബാൻഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ എലാസ്റ്റിക്കിൻ്റെ ഇരട്ടിയോ അല്ലെങ്കിൽ 2 ഇരട്ടിയോ 3 ഇരട്ടിയൊക്കെ നമുക്ക് എടുക്കാം. എന്നിട്ട് ഒരു 1.5 ഇഞ്ച് വീതി മതി കേട്ടോ. 4 ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക് ആകുമ്പോൾ നമുക്ക് 1.5 ഇഞ്ചിന് മടക്കി എടുക്കുമ്പോൾ കറക്റ്റായിട്ട് കിട്ടും. എന്നിട്ട് ഇതുപോലത്തെ നെറ്റിൻ്റെ ഫാബ്രിക് ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് 18 ഇഞ്ചാണ്. അപ്പോൾ ഈ ഒരു ലെങ്ത്ത് നിങ്ങൾ ആ ഹെയർ ബാൻഡ് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാകും നമുക്ക് എത്രത്തോളം ആ ഒരു ഫ്രില്ലിട്ട് കഴിഞ്ഞാൽ ഹെയർ ബാൻഡിന് എത്ര വരെ നമുക്ക് ആ ഒരു വിടുത്ത് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്ക് ആദ്യം തന്നെ ഈ സാറ്റിൻ്റെ ബാൻഡ് തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ സാറ്റിൻ്റെ ക്ലോത്ത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ നല്ല വശം ഉള്ളിലേക്ക് ആക്കിയിട്ട് ഇതുപോലെ അതിനൊന്ന് നല്ല വശത്തേക്ക് തിരിച്ചെടുക്കില്ല, അതിന് വേണ്ടിയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഒരു 4 ഇഞ്ച് സീമേഴ്സ് ഇട്ടിട്ട് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. വളരെ സിമ്പിളായിട്ട് നമുക്ക് ഹെയർ ബാൻഡിനൊക്കെ ഇപ്പോൾ നല്ല റേറ്റാണ് അല്ലേ. കടയിലൊക്കെ 25-30 രൂപയ്ക്കാണ് ഓരോ ഹെയർ ബാൻഡിനുള്ളത്. ഞാൻ കമ്പിയിൽ വെച്ചിട്ടുള്ള ഒന്ന് ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ അത് നല്ല ഭംഗിയായിരിക്കും. നമുക്കിത് ചെറിയ കുട്ടികൾക്കൊക്കെ എലാസ്റ്റിക് വെച്ചിട്ട് ചെയ്താൽ ഭംഗി ഉണ്ടാവുള്ളൂ. ഭംഗി നല്ല അവർക്ക് ഇടാൻ കംഫർട്ട് ആവുള്ളൂ. അപ്പോൾ നമ്മളിതിങ്ങനെ നോക്കുന്ന ടൈമിൽ കറക്റ്റാണോ നോക്കണം കേട്ടോ. അപ്പോൾ ടൈറ്റായിട്ട് ഇരിക്കണം. അപ്പോഴാണ് നമുക്ക് ആ ഒരു എലാസ്റ്റിക് ഇട്ടതിൻ്റെ ഭംഗി അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്ന് നമുക്ക് ഇതുപോലത്തെ ഒരു പെൻസിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു പിന്നോ ഇർക്കിളിയോ എന്തെങ്കിലുമൊക്കെ നമുക്ക് കുത്തി മറിക്കാൻ എളുപ്പത്തിനുള്ള എന്ത് സാധനം വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഇതുപോലെ ഇതിനൊന്ന് കുത്തിയെടുത്തിട്ട് നമുക്ക് നല്ല വശത്തേക്കൊന്ന് തിരിച്ചെടുക്കാം കേട്ടോ. നല്ല വശത്തേക്ക് തിരിച്ചെടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൂടെ പിന്ന് വെച്ചിട്ട് നമ്മൾ ഇലാസ്റ്റിക് കയറ്റി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു 4 ഇഞ്ച് തന്നെ നമുക്ക് ആ ഒരു ഇലാസ്റ്റിക് കയറ്റാനുള്ള അത്രയും തുണി മതി കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതുപോലെ നമുക്ക് സാവധാനം ഫുള്ളായിട്ട് ഇതിനെ ഒന്ന് കയറ്റി കൊടുക്കുക. ഇലാസ്റ്റിക്കിൽ ഫുള്ളായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇലാസ്റ്റിക് കയറ്റുമ്പോൾ തുണി ഇതുപോലെ ഒന്ന് ജസ്റ്റ് വലിച്ചു പിടിച്ചാൽ നമുക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് കിട്ടും കേട്ടോ. എന്നിട്ട് നമ്മൾ ഫുള്ളായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഒരു വശം ഇതുപോലെ ഒന്ന് ആദ്യം സ്റ്റിച്ചിട്ട് നിർത്തുക. അല്ലാന്നുണ്ടെങ്കിൽ ഇലാസ്റ്റിക് ഊരിപ്പോരാൻ സാധ്യതയുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് കെട്ടിട്ട് നിർത്തി കൊടുക്കുക കേട്ടോ. അതേപോലെ തന്നെ മറ്റേ വശവും നമുക്കൊന്ന് കെട്ടിട്ട് നിർത്തി കൊടുക്കാം. രണ്ടാമത്തെ വശം ഇതുപോലെ പിന്നെ ഊരാതെ ആദ്യം നമ്മൾ ഫസ്റ്റ് കയറ്റി വെച്ച ഭാഗമാണ് എടുത്തത്. പിന്നെയാണ് നമ്മൾ പിന്ന് വെച്ചിട്ട് നമ്മൾ ഇട്ടില്ലേ ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ അവിടെയും നമ്മൾ നന്നായിട്ടൊന്ന് കെട്ടിട്ട് നിർത്തി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ഈ എലാസ്റ്റിക് ഇതിൻ്റെ ഉള്ളിലൂടെ കയറ്റി കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ഭാഗം നമ്മൾ ജോയിൻ ചെയ്തെടുത്തില്ലേ ആ ഒരു ഭാഗം പല ഭാഗത്തായിട്ട് ഇങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്ക് ഒരു സൈഡിലേക്ക് മാത്രം ഇതുപോലെ കൈ വെച്ചിട്ട് ഇങ്ങനെ ഒരു വശത്തേക്ക് തിരിച്ച് കൊടുത്താൽ എല്ലാം ഒരു സൈഡിലേക്ക് ആക്കിയിട്ട് കിട്ടും കേട്ടോ. ഒരു സൈഡിൽ വേണമെങ്കിൽ അങ്ങനെ ആക്കാം, അല്ല നടുവശത്ത് വേണമെങ്കിൽ അങ്ങനെ ആക്കാം. അപ്പോൾ അതിന് ശേഷം ഞാൻ 2 ഭാഗങ്ങളും കൂടെ ഇതുപോലെ ഒന്ന് ജോയിൻ ചെയ്തും കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫ്രില്ലാണ് സ്റ്റിച്ച് ചെയ്തെടുക്കാനുള്ളത്. അപ്പോൾ ഈ ഫ്രില്ലിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് കൊടുക്കാം. അതേപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ആ ഒരു വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് തന്നെ കാണാം കേട്ടോ. അപ്പോൾ ഞാനിത് ജസ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ടൊന്ന് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ കുറച്ച് ഇങ്ങനെ ഇത് അറിയുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. നമ്മൾ സെൻറ്ററിലൂടെ നമ്മൾ ത്രെഡ് വലിച്ചിട്ട് ഫ്രില്ലിടൂലേ ആ ഒരു രീതിയിൽ വേണമെങ്കിലും ഈ ഒരു ക്ലോത്തിൽ ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാനിപ്പം ലിങ്ക് കൊടുക്കാമെന്ന് പറഞ്ഞില്ല, ആ വീഡിയോ കണ്ടു നോക്കിയിട്ട് ആ ഒരു മെത്തേഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫ്രില്ല് എടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ ഈ ഒരു ഫ്രില്ല് 3 പീസ് ഞാൻ 4 പീസ് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നിങ്ങൾ ആ ഹെഡ് ബാൻഡ് കണ്ടില്ലേ ഫസ്റ്റ് തന്നെ.
അപ്പോൾ അതിലിങ്ങനെ നല്ല പഫി ആയിട്ട് തന്നെ 3 എണ്ണം വെച്ചപ്പോൾ തന്നെ കിട്ടി. അപ്പോൾ ഞാൻ 4ാമത്തത് വെച്ചിട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ 4 എണ്ണോ 5 എണ്ണോ ഒക്കെ വെക്കാം, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം എല്ലാ 3 പീസും ഞാൻ ഇതുപോലെ ചെയ്തതിന് ശേഷം ഇതെല്ലാം കൂടെ ഒറ്റ പീസാക്കിയിട്ട് ഇതുപോലെ നമുക്ക് എടുക്കണം. കണ്ടില്ലേ? അപ്പോൾ നമ്മൾ അത്രയും നീളമുള്ള പീസ് ചുരുക്കി ഈ ഒരു ലെങ്ത്തിലേക്ക് ആക്കിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ 3 പീസിന് ഇതുപോലെ ഒപ്പം വെച്ചിട്ടൊന്ന് സ്റ്റിച്ചും കൂടെ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഹെയർ ബാൻഡാണ്, എല്ലാവർക്കും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇനി നമുക്കിതിൽ ബാൻഡിലും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കൂട്ടി തയ്ച്ച ഈ ഒരു ഭാഗത്ത് നമ്മൾ എലാസ്റ്റിക്കും അതേപോലെ ആ ത്രെഡൊക്കെ കാണുന്നുണ്ടല്ലേ. അപ്പോൾ ആ ഒരു ഭാഗത്ത് വെച്ചിട്ട് വേണം നമ്മൾ ഇതുപോലെ ഇതിൻ്റെ ഈ ഒരു ഫ്രില്ല് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ആ ഒരു ഭാഗത്ത് ഇതുപോലെ വെക്കുക. വെച്ചതിന് ശേഷം ഈ ഒരു നമ്മളിപ്പോൾ സ്റ്റിച്ച് ചെയ്തില്ലേ ഫ്രില്ലിനെ, അതിൻ്റെ മുകളിലൂടെ തന്നെ കറക്റ്റായിട്ട് അതിലൂടെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ആ സ്റ്റിച്ച് പോയാൽ അതിൻ്റെ ഒരു ഭംഗി നമുക്ക് നഷ്ടപ്പെടും. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിലൂടെയാണ് ഇതുപോലെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് കിട്ടും. ഇത് ഈ ഒരു 3 ഫ്രില്ലും കൂടെ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ തന്നെ ഇതുപോലെ നല്ല പഫി ആയിട്ട് നമുക്ക് ഈ ഒരു ഹെയർ ബാൻഡ് കിട്ടും കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഹെയർ ബാൻഡ്. നല്ല ഈസി ആയിട്ടും ഭംഗിയായിട്ടും നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, ആർക്ക് വേണമെങ്കിലും ഈസി ആയിട്ട് ചെയ്യാം കേട്ടോ ഈ ഒരു ഹെയർ ബാൻഡ്. അപ്പോൾ നമ്മൾ ഡ്രസ്സിനൊക്കെ മാച്ചിങ് ആയിട്ടുള്ള ഹെയർ ബാൻഡ് ഇപ്പോൾ നമുക്ക് തയ്ക്കാൻ അറിയാത്തവരാണെങ്കിൽ അത് മാച്ചായിട്ടുള്ള ഹെയർ ബാൻഡ് നോക്കി തപ്പി നടക്കില്ലേ നമ്മൾ ഫാൻസികളിലൊക്കെ. അത്യാവശ്യം നല്ല വിലയും കൊടുക്കേണ്ടി വരും ഓരോ ഹെയർ ബാൻഡിനൊക്കെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ വീട്ടിൽ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്ന കാര്യമുള്ളൂ. കണ്ടിട്ട് നമ്മൾ ആ ഒരു എലാസ്റ്റിക് ഇട്ടൊക്കെ നല്ല ഭംഗിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ഒരു പീസ് എടുക്കുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു 4 ഇഞ്ച് ഒരു എലാസ്റ്റിക് അതിലൂടെ കടക്കാനുള്ള ഒരു സ്പേസ് മാത്രമേ ഇതിന് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട്, യൂസ്ഫുൾ ആയിട്ടെന്ന് തന്നെ വിശ്വസിക്കുകയാണ്. ഇഷ്ടമായാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. ഇനി ഏതൊക്കെ രീതിയിലുള്ള ഹെഡ് ബാൻഡ് നിങ്ങൾക്ക് കാണുന്നുണ്ടോ അതൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ഏതാണെന്നും അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏത് തരത്തിലുള്ള വീഡിയോസാണ് വേണ്ടതെന്നൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക. എന്നെക്കൊണ്ട് കഴിയുമ്പോഴൊക്കെ ഞാൻ വീഡിയോ ചെയ്യാം കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമു അലൈക്കും.